റോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയത്തിനായിട്ട് 2 വാക്യങ്ങൾ വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യവും 2-ാം അധ്യായം 25-ാം വാക്യവും വായിക്കുന്നു. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. 2:25 എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. 2 വാക്യങ്ങളിലും കർത്താവ് തൻ്റെ വരവിനെ കുറിച്ച് പറയുന്നു. 1-ൽ പറഞ്ഞു, 3:11 പറഞ്ഞു, ഞാൻ വേഗം വരുന്നു, നിനക്കൊരു കിരീടം ഉണ്ട്, അത് ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം, മറ്റു വാക്കിൽ പറഞ്ഞാൽ ആരും അപഹരിക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളണം. 2:25 നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. എന്താണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിച്ചത്? 2-ലും പൊതുവായിട്ട് പറയുന്നു, നിനക്കുള്ളത് പിടിച്ചുകൊള്ളുവിൻ. അതിൽ മലയാളത്തിൽ പിടിച്ചുകൊള്ളുവെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ തമിഴിലും ഇംഗ്ലീഷും വായിച്ചാൽ ഒരു വാക്ക് കൂടുതൽ കാണും. എങ്ങനെ പിടിക്കണം, എങ്ങനെ വ്യക്തമായി ഇംഗ്ലീഷിലെ മിക്ക ഭാഷാന്തരങ്ങളിലും മിക്ക വേർഷനിലും ഒരു വാക്ക് കൂടുതൽ ചേർത്തുണ്ട്, ഫാസ്റ്റ്, ഹോൾഡ് ഫാസ്റ്റ്, മുറുകെ പിടിക്കുക. അപ്പോൾ നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. സാധാരണ നമ്മളെ കൊച്ചുങ്ങളോടൊക്കെ ചില സാധനങ്ങൾ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരോട് പറയാനല്ലേ, മോനെ മുറുകെ പിടിച്ചോണേ, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് തെന്നി പോകാതിരിപ്പാൻ, വഴി പോകാതിരിപ്പാൻ അത് മുറുകെ പിടിച്ചുകൊള്ളുക. ഇവിടെ നിനക്കൊരു കിരീടം വെച്ചിട്ടുണ്ട്. ആ കിരീടം വേറൊരുത്തൻ എടുക്കാതിരിക്കാൻ നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് കാണുന്നു. അപ്പോൾ 2-3 കാര്യം നാം അതിൽ നിന്ന് മനസ്സിലാക്കുന്നു. 1, നമുക്കെന്താ ഉള്ളത് അത് ശ്രദ്ധിക്കണം. നിനക്കുള്ളതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ, എന്നാലല്ലേ സൂക്ഷിക്കാനൊക്കെ ഉള്ളൂ, മുറുകെ പിടിക്കാനൊക്കെ ഉള്ളൂ. നമുക്ക് എന്താ ഉള്ളത്? മാത്രമല്ല, മുറുകെ പിടിച്ചില്ലെങ്കിൽ എന്ത് ഭവിക്കും, എന്ത് ചെയ്താലേ മുറുകെ പിടിക്കാനൊക്കെ ഉള്ളൂ. ഈ കാര്യങ്ങൾ ഒരല്പമായി ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അത് നമുക്ക് അനുഗ്രഹമായി തീരും എന്ന് വിശ്വസിക്കുന്നു. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം, നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? അപ്പോൾ ഒരു കാര്യം വ്യക്തം, നിനക്ക് തന്നത് ചിലതുണ്ട്, അല്ലെങ്കിൽ നിൻ്റേതല്ലാത്ത മറ്റൊരാളിൽ നിന്ന് നിനക്ക് കിട്ടിയതാണ്, അല്ല നിന്റെ സ്വന്തമായിട്ടൊന്നുമില്ല എന്നർത്ഥം. ലഭിച്ചതല്ലാതെ എന്തുണ്ട്, അല്ലെങ്കിൽ കിട്ടിയതല്ലാതെ എന്തുണ്ട്? എന്താ കിട്ടി? അതാണ് നാം ചിന്തിക്കേണ്ടത്. നമുക്ക് എന്ത് കിട്ടി? നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ നിനക്ക് കിട്ടിയത് പിടിച്ചുകൊള്ളാൻ അർത്ഥം നിന്റെ സ്വന്തമായിട്ടൊന്നുമില്ല. അപ്പോൾ കിട്ടിയത് എന്താണെന്ന് ചോദിക്കേണ്ടി വരും. യാക്കോബ് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, എല്ലാ നല്ലദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് വരുന്നു. എല്ലാ നല്ലദാനവും തികഞ്ഞ വരമൊക്കെയും വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് വരുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് വെളിച്ചങ്ങളുടെ പിതാവായവൻ നമുക്ക് തന്നതേ നമുക്കുള്ളൂ. എന്തോ തന്നു? അവൻ തന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 4:8 ഒരു പഴയ സങ്കീർത്തനത്തിൻ്റെ
ഒരു ഉദ്ധരണിയാണ്. അവൻ ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ നല്ല ദാനം, ദൈവം ദാനമായി തന്നത് മാത്രമേ നമുക്കുള്ളൂ. അത് പിടിച്ചുകൊള്ളാനാണ് പറയുന്നത്, മുറുകെ പിടിച്ചുകൊള്ളാനാണ് പറയുന്നത്. വെറുതെ പിടിച്ചാൽ പോരാ, മുറുക്കി പിടിച്ചോണം. നഷ്ടപ്പെടാതെ, കയ്യിൽ നിന്ന് ചോർന്നു പോകാതെ നാം മുറുക്കി പിടിക്കണം എന്നർത്ഥം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്കുള്ളത്, എന്തിനെയൊക്കെയാണ് പിടിക്കണ്ടേ? ദൈവത്തിൽ ചില നിർദ്ദേശങ്ങൾ തരുന്നത് നമുക്ക് കാണാം. 1 തീമോഥെയോസ് 6:12 തീമോഥെയോസിനോട് പറയുന്നു, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നിത്യജീവനെ റോമാലേഖനം 6:23 പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്നും ദൈവത്തിൻ്റെ കൃപാദാനമോ അല്ലെങ്കിൽ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്ന് കാണാം. അപ്പോൾ ദൈവം മനുഷ്യർക്ക് നൽകിയ അതിപ്രധാനമായ ദാനമാണ് കർത്താവായ യേശുക്രിസ്തു. അവനിൽ കൂടെ നമുക്ക് നിത്യജീവൻ ലഭിച്ചു. ക്രിസ്തുയേശുവിൻ്റെ മരണത്താൽ, അവൻ്റെ പുനരുത്ഥാനത്താൽ, മരണ അടക്ക പുനരുത്ഥാനത്താൽ, അവൻ്റെ പ്രായശ്ചിത്ത ബലിയാൽ നമുക്ക് നിത്യജീവൻ ലഭിച്ചു. അത് വിശ്വസിക്കുന്ന ആർക്കും നിത്യജീവൻ അവകാശികളാകുന്നു. ആ നിത്യജീവൻ ലോകത്തിൽ ആർക്കും തരാൻ കഴിയുന്നതല്ല. തീമോഥെയോസിനോട് പൗലോസ് പറയുകയാണ്, നീ നിത്യജീവനെ പിടിച്ചു. ചിലത് ഓടാനൊക്കെ അവിടെ പറയുന്നുണ്ട്. അത് വിട്ടോടി നിത്യജീവനെ പിടിച്ചു. നിത്യജീവന്മേൽ നിന്റെ പിടുത്തം വെച്ചുകൊള്ളുക. ഒരിക്കലും അതിൽ നിന്ന് തെന്നിപ്പോകരുത്. മാത്രമല്ല, നമ്മൾ പിന്നെ നോക്കിയാൽ എബ്രായലേഖനം 3-ാം അതിൻ്റെ 11-ാം ഇങ്ങനെ കാണാം, ആദ്യവിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ആദ്യവിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി. അപ്പോൾ നിത്യജീവൻ മാത്രമല്ല, കർത്താവിൽ വെച്ച ആദ്യ വിശ്വാസം ഇടയ്ക്ക് ഇട്ടുകളയൊന്നല്ല, അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ, ഇവിടെ മുറുകെ തന്നെയുണ്ട്, മുറുകെ പിടിച്ചുകൊണ്ടാൽ ക്രിസ്തുവിൽ പങ്കാളികളാകും. പിടിച്ചുകൊണ്ടില്ലെങ്കിലോ? അപ്പോൾ നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ അതിമഹത്തായ, ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത വിലയേറിയ, പത്രോസ് പറഞ്ഞത് വിലയേറിയ വിശ്വാസം എന്നാണ്. ക്രിസ്തീയ വിശ്വാസം പോലെ വിലയേറിയ വിശ്വാസം വേറെ ഒന്നുമില്ല. വിലമതിക്കാനാവാത്ത നിസ്തുലമായ വിശ്വാസം വേറെ എങ്ങും കിട്ടുകയില്ല. അപ്പോൾ നിത്യജീവന്മേൽ പിടിവയ്ക്കുക മാത്രമല്ല, ആദ്യ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. തീമോഥെയോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, ആദ്യ വിശ്വാസം തള്ളിക്കളയാൽ അവർക്ക് ശിക്ഷാവിധി ഉണ്ട്. അത് മറ്റൊരു വിഷയമായുള്ള ബന്ധത്തിലാണ് ആദ്യ പ്രതീക്ഷയെന്നും ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും ആദ്യ വിശ്വാസത്തിൽ നിലനിന്നവനെ മുറുകെ പിടിക്കുക. അപ്പോൾ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ ആദ്യ വിശ്വാസം കൂടെ മുറുകെ പിടിക്കുക. മാത്രമല്ല, മറ്റ് തീത്തോസ് ലേഖനം 1-ാം 9 മറ്റൊരു കാര്യം കാണാം. പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നതിനും ആയിരിക്കണം. മൂപ്പനെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞതാണ്, ആദ്യ വിശ്വാസം മാത്രമല്ല, ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നതിനായിരിക്കണം. ഉപദേശത്തെ മുറുകെ പിടിക്കുന്നതിനായിരിക്കണം. ഇന്നത്തെ കാലത്ത് പലരും പറയാണ്ട്, എന്നോടും ചിലർ പറഞ്ഞിട്ടുണ്ട്, ഉപദേശം പ്രസംഗിക്കല്
സുവിശേഷം മാത്രം പ്രസംഗിച്ചാൽ മതി. എനിക്കറിയത്തില്ല, സുവിശേഷം മാറ്റിവെച്ചിട്ട് എന്താ ഉപദേശം മാറ്റിവെച്ചിട്ട് എന്ത് സുവിശേഷമാണ് പ്രസംഗിക്കേണ്ടത് എനിക്കറിയില്ല. അപ്പോൾ പഥ്യോപദേശം മുറുകെ പിടിക്കുക. തീമോഥെയോസിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യഥ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചേർത്തിരിക്കുന്നു. എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞത്. പഥ്യോപദേശം മുറുകെ പിടിച്ചില്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അതനുസരിക്കാതെ, മറ്റു വാക്കുകൾ പറഞ്ഞാൽ അത് മുറുകെ പിടിക്കാതെ മറ്റെന്തെങ്കിലും ഉപദേശിച്ചാൽ അവന് ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് തീർത്തിരിക്കുന്നവനാണ്. ആ ഇടയലേഖനങ്ങൾ 1, 2 തീമോഥെയോസ്, തീത്തോസ്, ആ 3 ലേഖനങ്ങളിലുമായിട്ട് 16 പ്രാവശ്യം പഥ്യോപദേശം പഥ്യവചനം എന്ന് തന്നെ കാണാം. അത് മാറ്റിവെച്ച് ഉപദേശമില്ലാതെ, സഭയുടെ ഉപദേശമില്ലാതെ, മനുഷ്യനിർമ്മിതമല്ല, ദൈവവചനത്തിലെ കർത്താവ് താൻ പറഞ്ഞതും പരിശുദ്ധാത്മാവിൽ കൂടെ പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലന്മാർ തന്നതുമായ ദൈവത്തിൻ്റെ പഥ്യോപദേശത്തെ മാറ്റി നിർത്തി അത് മുറുകെ പിടിക്കാതെ പോകുന്നവൻ എല്ലാം അന്യത ഉപദേശിക്കുന്നവനാണ്. അപ്പോൾ പഥ്യോപദേശം മുറുകെ പിടിക്കണം. സൗണ്ട് ഡോക്ട്രിൻ, ഇംഗ്ലീഷ് അങ്ങനെ പറയുന്നത്. പഥ്യോപദേശത്തെ മുറുകെ പിടിക്കുന്നവർ, നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഉപദേശം മുറുകെ പിടിക്കുക. വേദപുസ്തകത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ കർത്താവ് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ പോയി കഴിഞ്ഞ് കാര്യസ്ഥൻ വരും, അവൻ വരുമ്പോൾ അവൻ ചെയ്യുന്ന പല കാര്യങ്ങളൊന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശദീകരിക്കും, മാത്രമല്ല എന്നെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരും. ദൈവാത്മാവിൻ്റെ ഉപദേശം വിട്ട അതിനെ മുറുകെ പിടിക്കാതെ ഏത് വ്യക്തിക്കും ഒരു കാര്യം അവർക്ക് യാഥാർത്ഥ്യമാണ്. അത് മുറുകെ പിടിക്കാതിരുന്നാൽ അവർക്ക് നഷ്ടമാണ് സംഭവിക്കുക. കാരണം നമ്മുടെ ഭരണഘടനയാണ് നമ്മെ ഇവിടെ ഈ ലോകത്തുള്ള ജീവിതകാലവും അത് കഴിഞ്ഞ് അക്കരനാട്ടിലും എത്തിക്കുന്ന കർശനമായ വ്യവസ്ഥകളാണ് പഥ്യോപദേശത്തിൽ ഉള്ളത്. യൂദാലേഖനത്തിൽ നമുക്കിങ്ങനെ കാണാമല്ലോ, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് ഓർപ്പിച്ചുണർത്തുന്ന ആദ്യ ഭാഗത്ത് തന്നെ കാണാം. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തതാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം, പഥ്യോപദേശം. അപ്പോൾ നിത്യജീവനെ പിടിച്ചുകൊള്ളുക, പഥ്യോപദേശം മുറുകെ പിടിക്കുക. അതുമാത്രമല്ല, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. അവിടെ പ്രവചനത്തോടുള്ള ബന്ധത്തിലാണത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നല്ലത് മുറുകെ പിടിക്കുക. നല്ലതുമാകാത്തതുമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടു കൂടെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നല്ലത് തിരിച്ചറിഞ്ഞ് അത് മുറുകെ പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുമാത്രമല്ല, എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം, പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മുടെ അംഗീകാരം, നമ്മെ അവൻ സ്വീകരിച്ചത്, നമ്മുടെ മേൽ നമ്മെ അവനുള്ളതാക്കി തീർത്ത, അതുമൂലം നമുക്ക് പ്രത്യാശ ലഭിച്ച തമിഴ് ഭാഷാന്തത്തിൽ വ്യക്തമായിട്ടുണ്ട്. ആ അംഗീകാരത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. അതേപോലെ തന്നെ എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യവും, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനം ആകുന്നു.
നാം അവനെ ആശ്രയിച്ചത് മൂലം നമുക്കുണ്ടായ പ്രത്യാശയിലൂടെ നമുക്ക് ലഭിച്ച ധൈര്യവും അതുമൂലമുള്ള പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിക്കണം എന്നാണ് തമിഴിലെ അർത്ഥത്തിൽ കാണുന്നത്. അത് വ്യക്തവുമാണ്. അപ്പോൾ നാം മുറുകെ പിടിക്കേണ്ട അനേക കാര്യങ്ങൾ ഉണ്ട്. കാരണം ഇതെല്ലാം കർത്താവ് തന്നതാണ്. നിത്യജീവൻ കർത്താവ് തന്നതാണ്. വിശ്വാസം, വിശ്വാസത്തിന് നായകൻ കർത്താവാണല്ലോ. അവൻ മൂലമാണല്ലോ നമുക്ക് അവനെ വിശ്വസിക്കാൻ ഇടയുണ്ടായത്. പത്യോപദേശം കർത്താവ് തന്നതാണല്ലോ. മാത്രമല്ല നല്ലത് മുറുകെ പിടിക്കാന്ന് പറയുമ്പോൾ ദൈവം തരുന്നതാണല്ലോ നല്ലത്. കാരണം ഞാൻ യാക്കോബിന്റെ ലേഖനത്തിലെ വാക്യം പറഞ്ഞല്ലോ, എല്ലാ നല്ലദാനവും തികഞ്ഞവരമൊക്കെയും വെളിച്ചങ്ങളുടെ പിതാവിൽ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. അപ്പോൾ നല്ലതാ ഉയരത്തിൽ നിന്ന് വരുന്നത് നല്ലതെന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് മുറുകെ പിടിക്കുക. അതുമാത്രമല്ല, നാം ഇപ്പോൾ ചിന്തിച്ച പോലെ പ്രത്യാശയുടെ സ്വീകാരത്തെ, കർത്താവിനെ സ്വീകരിച്ചു, എന്നെ അവനുള്ളതാക്കി, ആ ധൈര്യത്തെ, അതിൻ്റെ ശ്രേഷ്ഠതയെ നാം മുറുകെ പിടിക്കുക. മാത്രമല്ല പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും ദൈവപൈതലിനുള്ള പ്രത്യാശ പോലെ ലോകത്തിലില്ലല്ലോ. ക്രിസ്തു യേശുവിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ അത് ജീവനുള്ളതാണ്, തിരശ്ശീലയ്ക്കപ്പുറത്ത് കിടക്കുന്നതാണ്, ലോകത്തിന് തരാൻ കഴിയാത്തതാണ്. അത് അവനിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു വ്യക്തിക്കും ആ പ്രത്യാശ അവനെ നിരാശപ്പെടുത്തുകയില്ല. അത് ജീവനുള്ള പ്രത്യാശയാണ്. അപ്പോൾ ഈ മാത്രമല്ല, ഒരു വാക്കുകൂടെ ആ ബന്ധത്തിൽ പഴയ നിമിത്തത്തിൽ നിന്ന് ഉറപ്പിച്ചോട്ടെ. യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം സാത്താനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. യോബിൻ്റെ മക്കളെയും അവനുള്ള മൃഗസമ്പത്തിനെയും എല്ലാം സാത്താൻ നശിപ്പിച്ചതിന് ശേഷം 2-ാം പ്രാവശ്യം സാത്താൻ ദൈവസേനയിൽ ചെന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞതാണ്, എൻ്റെ ദാസനായ യോബ്, അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ ഭക്തി മുറുകെ ഇത്രയൊക്കെ നഷ്ടം വന്നിട്ടും അവൻ എല്ലാം പോയിട്ടും ഭക്തി വിട്ടില്ല, ഭക്തി മുറുകെ പിടിച്ചു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ച എല്ലാ കാര്യങ്ങളും ആ ഒറ്റ വാക്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. ദൈവത്തിങ്കിലെ ഭക്തി, കർത്താവിനുള്ള ഭക്തി, അതാണ് ജ്ഞാനമെന്ന് നമുക്ക് പഴയ നിയമത്തിൽ കാണാം. സാക്ഷാൽ ജ്ഞാനമായ കർത്താവിങ്കിലെ ഭക്തി, അവനെ അറിയുന്ന അറിവിൻ്റെ ആ ശ്രേഷ്ഠത, വിശ്വാസത്താലുള്ള പദവികൾ, വർണ്ണിക്കാനാവാത്ത ഈ നമുക്ക് തന്ന ദൈവത്തിൽ നിന്ന് തന്ന തികഞ്ഞ വരങ്ങളെല്ലാം ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ എണ്ണി പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ മുറുകെ പിടിക്കണം. മുറുകെ പിടിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതും ഒരു ഉദാഹരണത്തിൽ കൂടെ അപ്പോസ്തലൻ തെളിയിച്ചു. മുറുകെ പിടിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ വിഷയം ഇതാണ്. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. എനിക്കൊരു കിരീടമുണ്ട്, എനിക്കൊരു പദവിയുണ്ട്, എനിക്കൊരു ഭാവിയുണ്ട്. അത് മുറുകെ പിടിച്ചെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്നത് ഞാൻ മുറുകെ പിടിച്ചെങ്കിലേ എൻ്റെ കിരീടം എനിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നതൊക്കെ ഞാൻ അഗണ്യമാക്കി എണ്ണിയാൽ, അതിനെ തള്ളിക്കളഞ്ഞാൽ അടുത്തത് എനിക്ക് കിട്ടത്തില്ല. എൻ്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ സൂക്ഷിക്കണം. ഇത് ഒറ്റ വീഡിയോയിൽ തീരാത്തത് കൊണ്ട് ഞാൻ ഇതിവിടെ നിർത്തിയിട്ട് കുറച്ചുകൂടെ ദീർഘമാകും. അതുകൊണ്ട് മറ്റു വീഡിയോയിൽ അതിൻ്റെ വിശദാംശങ്ങൾ പറയാം. വളരെ സൂക്ഷിക്കുക. നല്ല തികഞ്ഞതും ഒട്ടനവധി, ലോകത്തിന് തരാൻ കഴിയാത്ത, ധനത്തിന് തരാൻ കഴിയാത്ത, ആർക്കും തരാൻ കഴിയാത്ത അമൂല്യമായി ചിലത് കർത്താവ് എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ലഭിച്ചതല്ലാതെ നമുക്കൊന്നുമില്ല, അവൻ തന്നതല്ലാതെ നമുക്കൊന്നുമില്ല. ആകയാൽ അവൻ തന്നതിനെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ നാം അത് സൂക്ഷിക്കും, അത് മുറുകെ പിടിക്കും.
ഞാൻ പറഞ്ഞല്ലോ, ഒന്നും കൂടെ ഞാൻ ഒന്ന് ആവർത്തിക്കട്ടെ. നിത്യജീവൻ, ആദ്യവിശ്വാസം, പത്യോപദേശം. ലോകത്തിലൊരു മതത്തിനും ഇത്ര തികഞ്ഞ വിശുദ്ധമായ ശ്രേഷ്ഠമായ ഉപദേശം ഇല്ല. വെളിച്ചങ്ങളുടെ പിതാവ് നമ്മെ സ്നേഹിച്ചിട്ട് നമുക്ക് തന്നതാണ്. പത്യോപദേശം മാത്രമല്ല, നല്ലതെല്ലാം അവൻ നല്ലതേ തരുള്ളൂ. അതിനിടയ്ക്ക് നല്ലത് സകലവും ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കുന്നു. ചിലപ്പോൾ വഴിതെറ്റിക്കുന്ന പ്രവചനങ്ങൾ വരാം. ഇന്ന് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ 20-ാം വാക്യം കാണുന്ന പ്രവചനം ഉച്ചരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. അപ്പോൾ ധാരാളം പ്രവചനം ഇന്ന് കാശടിക്കാനുള്ള നല്ല മാർഗമാണത്. അനേകരെ വലയ്ക്കുന്ന ഒരു മാർഗമായി മാറിപ്പോയി. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൂതില്ല എന്ന് ഞാൻ പറയത്തില്ല, ഒരിക്കലുമില്ല. ഇന്നുമുണ്ട്. ദൈവാത്മാവ് സംസാരിക്കുന്നു, അങ്ങനെ ദൈവദാസന്മാരുണ്ട്, ദൈവീയ കാര്യങ്ങൾ അറിയിക്കുന്നവരുണ്ട്. പക്ഷേ കേൾക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ആലോചനയാകണമെന്നില്ല. നമ്മുടെ കർത്താവിൽ നമ്മെ അകറ്റുന്ന, ഭൗമികമായതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന, ലോകത്തിൻ്റെ കാര്യങ്ങൾ നമ്മെ ആമകിട്ടാക്കുന്ന, ലോകത്തിൻ്റെ ചിന്തയിലേക്ക് നമ്മെ നയിക്കുന്ന, നമ്മുടെ വിശ്വാസത്തെ തളർത്തുന്ന, ഭയപ്പെടുത്തുന്ന വാക്കുകൾ ആളുകളിൽ നിന്ന് വരുമ്പോൾ സൂക്ഷിച്ച് അതിനെ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തെ പുതുക്കി കർത്താവിൽ നിന്ന് അടുപ്പിക്കുന്നത് മാത്രം, ദൈവഭക്തിയിൽ നമ്മെ വളർത്തുന്നത് മാത്രം തിരഞ്ഞെടുക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതാ പറയുന്നത്, നല്ലത് സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പി. മാത്രമല്ല, പ്രത്യാശയുടെ സ്വീകാര്യത്തെ നാം മുറുകെ പിടിക്കുക. മാത്രമല്ല, പ്രത്യാശ അവനെ വിശ്വസിച്ചുകൊണ്ട് ലഭിച്ച പ്രാഗൽഭ്യവും ധൈര്യവും പ്രശംസയും മുറുകെ പിടിക്കുക. ഒന്നും ലജ്ജിക്കാൻ വകയില്ലാത്ത, നിരാശപ്പെടുവാൻ വകയില്ലാത്ത ശ്രേഷ്ഠമായ അതിമഹത്തായ കാര്യങ്ങൾ നമുക്ക് തന്നിരിക്കുകയും അവയെ മുറുകെ പിടിക്കുക. അപ്പോൾ അങ്ങനെ അവയെ മുറുകെ പിടിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നഷ്ടം. നിന്റെ കിരീടം നഷ്ടപ്പെടും. അതിനൊരു നല്ല ഉദാഹരണം ദൈവത്തിൽ കാണുന്നുണ്ട്. കർത്താവിനെ ചോദിച്ചാൽ തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗപിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. അവിടുന്ന് നാഥ, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ, നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക എന്നുള്ള വാക്യത്തെ ചിന്തിപ്പാൻ ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. അങ്ങ് ഞങ്ങൾക്ക് അമൂല്യമായ, വിലമതിക്കാനാവാത്ത, കർത്താവെ ലോകത്തിൽ മറ്റാർക്കും മറ്റൊരു ശക്തിയും തരുവാൻ കഴിയാത്ത ഉത്തമമായ കാര്യങ്ങൾ തന്നിട്ടുണ്ടല്ലോ. അവയെ വിട്ടുകളയാതെ, അവയെ ഒഴുകിക്കളയാതെ, അവയെ ചോർന്ന് പോകാൻ അനുവദിക്കാതെ മുറുകെ പിടിച്ചുകൊണ്ട് അന്ത്യത്തോളം നിലനിൽക്കുവാൻ, അവസാനത്തോളം മുറുകെ പിടിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ നാഥ, അവിടുന്ന് കൃപ തരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.